അസ്സലാമു അലൈക്കും. പാസ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് എന്നൊക്കെ പറയില്ലേ, അതേ രീതിയിൽ പോലെ നമ്മൾ പൊള്ളിച്ചെടുക്കുന്ന ഒരു റെസിപ്പി. അപ്പോൾ അതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ 5 ആബോലി എടുത്തിട്ടുണ്ട്. 5 കറുത്ത ആബോലി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കത്തി വെച്ച് ഇതുപോലെ ഒന്ന് മുറിയിട്ട് കൊടുക്കാം. അടുത്തടുത്തായിട്ട് ഇതുപോലെ ഒന്ന് മുറിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ മുറിയെടുത്തത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള മസാല പുരട്ടി വെക്കണം. ഈ മസാല നല്ല പോലെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് മുറിയിട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ 5 ആബോലിയും ഇതുപോലെ മുറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. ഇതിനായിട്ടൊരു പാത്രം എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മതിയാവും. കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാദാ മുളക് പൊടി ചേർത്താലും മതിയാവും. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, മീറ്റ് മസാല 1/4 ടീസ്പൂണോളം മീറ്റ് മസാല, ഉപ്പ് ആവശ്യത്തിന്, ഓയിൽ 2 ടേബിൾ സ്പൂണ്, ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് കോൺഫ്ലവർ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ നമുക്കിത് കൈവച്ച് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് നമ്മുടെ മസാല ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് ലൂസാക്കി എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച്, കൂടുതൽ ലൂസാവാനും പാടില്ല. ഈ രീതിയിൽ ലൂസാക്കി എടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് ലൂസാക്കി എടുക്കാം. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മീനിലോട്ട് പുരട്ടി കൊടുക്കാം. ഇതിന്ന് ഓരോ മീനെടുത്ത് ഇതിലേക്ക് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. ഇതിന് നമ്മൾ കത്തി വെച്ച് ഇതുപോലെ മുറിയിട്ട് കൊടുത്തില്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉൾവശത്തേക്കും കുറച്ച് മസാല വെച്ച് ഫില്ല് ചെയ്യാം. ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ബാക്കി വന്ന മീനും ഇതേ രീതിയിലൊന്ന് മസാലയിൽ പുരട്ടിയെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ മസാലയിൽ പുരട്ടിയെടുക്കാം. അപ്പം മുഴുവൻ മീനും ഞാൻ ഇതുപോലെ മസാലയിൽ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മസാല പിടിച്ച് കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മസാലയിൽ മീനൊക്കെ പുരട്ടി വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം.
അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ ഇതൊന്ന് ഇലയിൽ വെച്ച് വാട്ടിയെടുക്കാനുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ ഈ മുഴുവൻ മീനും ഇത് ഒരേ പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ വരുമ്പോൾ അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ആയ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രൈ ആയി കിട്ടിയാൽ മതി. നമ്മൾ കൂടുതൽ ഫ്രൈ ആക്കി എടുക്കരുത്. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ അതിന് ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫാമിലിയിലും അതുപോലെ ഫ്രണ്ട്സിനുമൊക്കെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പം ഞാനിത് കൂടുതൽ ഫ്രൈ ആക്കി എടുത്തിട്ടില്ല, അത് ശ്രദ്ധിക്കുക. നമ്മൾ കൂടുതൽ ഫ്രൈ ആക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പം ഞാൻ മീൻ മുഴുവനും മാറ്റിയിട്ടുണ്ട്, എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലേക്ക് ഫില്ല് ചെയ്യാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണ ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ അതേ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതേ എണ്ണ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം നമുക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുത്ത് നല്ലപോലെ പൊട്ടിച്ചെടുക്കാം. ഇത് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ വലിയ 3 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ 3 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വലിയ ഉള്ളിയല്ല ഇതിന് ചേർക്കേണ്ടത്, നമ്മുടെ ആ ചെറിയ ഉള്ളിയില്ല, അതാണ് നമ്മൾ ഇതിന് ചേർക്കേണ്ടത്. കാരണം ഇത് വലിയ ഉള്ളിനേക്കാളും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത് നമ്മുടെ ചെറിയ ഉള്ളി. പക്ഷേ എനിക്ക് കടയിൽ പോയ സമയത്ത് അത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 വലിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചെറിയ ഉള്ളി കിട്ടുകയാണെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിനേക്കാളും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്. ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ഉള്ളി നല്ല പോലെ വെന്ത് കിട്ടണം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന അതിലൊക്കെ നമ്മൾ ഉപ്പിട്ടത് കൊണ്ട് നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതിയാവും. ഞാൻ വലുതായതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുള്ളൂ. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കുക. ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഫുള്ളായിട്ട് തക്കാളി മുഴുവനും ഉടച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണ് ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ. അപ്പം ഞാൻ 1/2 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മല്ലിപ്പൊടിയും കൂടി 1/2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി. അപ്പോൾ എരിവ് കൂടുതൽ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഒഴിവാക്കാവുന്നതാണ്. നമ്മൾ ഇതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിന് അത്യാവശ്യം എരിവുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. ഇത് പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതിൻ്റെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കി ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം വെള്ളത്തിന് പകരം നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലൊഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ തേങ്ങാപ്പാലിന് പകരം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ശേഷം ഞാൻ മീറ്റ് മസാല ഒരു 1/4 ടീസ്പൂണോളം മീറ്റ് മസാലയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെക്കുന്നുണ്ട്. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മസാല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, നല്ല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് മൂടി വെക്കാം. അപ്പം നമ്മുടെ മസാല റെഡി. ഇനി നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാനുള്ള വാഴയില വാട്ടിയെടുക്കാം. അപ്പം ഞാൻ 5 ആബോലിക്കുള്ള ഇല ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും നമുക്ക് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പം ഞാൻ 5 ഇലയും വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മസാല വെച്ച് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇലയിലോട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ മീൻ ഫ്രൈ ചെയ്തെടുത്ത ആബോലി വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് മല്ലിയില കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീനിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് മസാല വെച്ച് കൊടുക്കാം. മസാല വെച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇല മടക്കി കൊടുക്കുക.
ഇതേപോലെ വാഴയില മുറിയാതെ രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കിയതിന് ശേഷം വാഴ എന്ന എടുത്ത വള്ളി ഇതേ രീതിയിൽ കെട്ടിക്കൊടുക്കുക. വാഴവള്ളി വെച്ച് തന്നെ കെട്ടിക്കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പം നല്ല രീതിയിൽ പാക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ബാക്കി വന്ന മീനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പാക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇതിനായിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു ഫ്രൈ പാന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പം ഞാനിതിൽ 3 പീസേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് വെക്കുക. ലോ ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കൂട്ടാൻ പാടില്ല, ലോ ഫ്ലെയിമിലിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളും ചെയ്തെടുക്കുക. ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ട് തന്നെ വെക്കുക. അത് സൂക്ഷിക്കുക നിങ്ങൾ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ ഇനിയും 15 മിനിറ്റ് ഇതേപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കറുത്ത ആബോലി പൊള്ളിച്ചത് ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് അഴിച്ച് കാണിച്ച് തരാം, പൊട്ടിച്ച് കാണിച്ച് തരാം ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നല്ല ഒരു മസാലയൊക്കെ പിടിച്ച് നല്ലൊരു പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാനായിട്ടും വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ വരുമ്പോൾ അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.